നമസ്കാരം ഗൈസ്, കൊട്ടിയൂർ വിശേഷം പാർട്ട് 2ലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തലശ്ശേരി സ്റ്റേഷനിലെത്തിയപ്പോൾ പുറത്ത് നമ്മൾ ഗൈഡ് ട്രാവലർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളുടെ വീട് തലശ്ശേരിയിലാണുള്ളത്. സോ അവരുടെ വീട്ടിലാണ് നമുക്ക് സ്റ്റേയും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഏകദേശം 11 മണിയൊക്കെ ആയി റീച്ച് ചെയ്തപ്പോൾ. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതല്ലേ. അവിടെ ചെന്നപ്പോൾ അവരവിടെ നമുക്ക് നല്ല അടിപൊളി സദ്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഒരു ആംബിയൻസിലിരുന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയാണ് നമ്മൾ കൊട്ടിയൂർക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് 1-2 ക്ഷേത്രങ്ങൾ ദർശിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഹെവി പോളിങ്ങിന് ശേഷം കുളിച്ച് ഫ്രഷായി. അപ്പം ആദ്യം നമ്മൾ പോകാൻ പോകുന്ന ഒരു അമ്പലത്തിൻ്റെ പേര് പെർളശ്ശേരി എന്ന് പറയുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ. ഭയങ്കര രസമായിരുന്നു. നല്ല ചെറിയ മഴയൊക്കെ ആയിട്ട് ഒരു കിടുക്കാച്ചി ആംബിയൻസ് അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇവിടേക്കോ പണ്ട് കണ്ടു മറന്നൊരു അമ്പലത്തിൻ്റെയൊക്കെ ഓരോർമ്മ പോലെ. പക്ഷെ ഞാനിതിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ശ്രീ പെർളശ്ശേരി ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമിയാണ് അവിടെ ഉള്ളത്. കൂടാതെ അതിൻ്റെ അകത്ത് തന്നെ വേറൊരു പ്രതിഷ്ഠയുള്ളത് നമ്മുടെ അയ്യപ്പസ്വാമിയാണ്. പിന്നെ നാഗങ്ങൾക്കായിട്ട് അവിടെ ഒരു ചെറിയ ക്ഷേത്രവും കണ്ടു. ഇവിടെ വരെ ഉള്ളൂ നമുക്ക് ക്യാമറയൊക്കെ അലൗഡ്. അതിന് ശേഷമില്ല. നമ്മൾ വളരെ സന്തോഷത്തോടെ ഭക്തിപൂർവ്വമായി പ്രാർത്ഥനകളൊക്കെ നടത്തി വഴിപാടുകളൊക്കെ കഴിച്ചു. ഇതിൻ്റെ തൊട്ട് ചേർന്നിട്ട് കാണുന്നത് ഇതിൻ്റെ ഒരു അമ്പലക്കുളമാണ്. എനിക്ക് ഇത്രയും വലിയൊരു അമ്പലക്കുളം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ കുളത്തിലാണെങ്കിലോ കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ വലിയ മീനുകളും ഒക്കെ ആയിട്ട് നിറയെ മീനുകളുണ്ടായിരുന്നു. ഒരു ചെറിയ ഫിഷ് പാ അവിടെ നിന്ന് കിട്ടിയെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ടതായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ പോയവരാരെങ്കിലുമൊക്കെ ഉണ്ടോ? പക്ഷേ ഇത്രയും വൈകിയല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.